എയർ കംപ്രസറിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂസസ് ഓഫ് എയർ കംപ്രസർ. കംപ്രസ്ഡ് എയർ നമ്മൾ എയർ കംപ്രസറിൽ നിന്ന് എടുത്തിട്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു 7 പോയിൻറ്റ്സ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയുന്നതാണ്, സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനാണ്. ഒന്നാമത് ഫോർ ഓപ്പറേറ്റിംഗ് ന്യൂമാറ്റിക് ഡ്രിൽസ്, റിവറ്റ്സ്, ബ്രേക്സ്, ചക്സ് എക്സെട്ര. അപ്പം ന്യൂമാറ്റിക് എന്നുള്ള ടൈം അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയറിനെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മെഷീൻസ് ന്യൂമാറ്റിക് മെഷീൻസ് എന്ന് പറയും. നമ്മൾ ഫ്ലൂയിഡിനെ ഹൈഡ്രോളിക്സ് എന്ന് പറയുന്ന പോലെ. അതേപോലെ രണ്ടാമത്തെ പോയിൻറ്റ് ഫോർ പമ്പിങ് വാട്ടർ ഫ്രം ഡീപ്പ് വെൽ. മൂന്നാമത്തത് സ്പ്രേ പെയിൻറ്റിങ്. നാലാമത്തത് എയർ മോട്ടോഴ്സ്, കംപ്രസ്ഡ് എയർ എൻജിൻസ്. ഈ പറയുന്ന മെഷീനറീസ് ഒക്കെ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഈ 7 പോയിൻറ്റ്സ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ ശ്രമിക്കുക. രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം, എയർ കംപ്രസറിൻ്റെ വർക്കിങ്ങിൻ്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് എന്നും രണ്ടാമത്തത് റോട്ടറി ടൈപ്പ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് കൊണ്ടാണ് അതിന് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ആയിരിക്കും റോട്ടറി ടൈപ്പ് എയർ കംപ്രസറിൻ്റെ പ്രത്യേകത. ഇനി റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് കംപ്രസർ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിംഗിൾ സ്റ്റേജും മൾട്ടി സ്റ്റേജും എയർ കംപ്രസർ എന്ന് പറഞ്ഞിട്ട്. റോട്ടറി ടൈപ്പ് 4 രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പിനെ പറ്റിയിട്ട് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാം. റോട്ടറി ടൈപ്പ് രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ ഒരു സെക്ഷൻ്റെ വ്യൂ തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു IC എഞ്ചിനൊക്കെ കാണുന്ന രീതിയിൽ തന്നെയാണ് ഫിഗർ വരുന്നത്. സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക്, കണക്റ്റിംഗ് റോഡൊക്കെ. പക്ഷേ പ്രത്യേകത, ഉള്ളിലേക്ക് വരുന്നത് എയർ ആയിരിക്കും. ആ എയറിനെ കംപ്രസ് ചെയ്തിട്ട് പുറമേക്ക് എടുക്കുകയാണ്. റൈറ്റ് സൈഡിൽ നമുക്കൊരു ഫിഗർ കാണാം. നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയറിൽ എയർ ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഷോപ്പിൽ കംപ്രസർ ഓൺ ആകുമ്പോൾ കാണുന്നൊരു കംപ്രസറാണ് കാണുന്നത്. അതിൽ താഴെ കാണുന്ന വലിയൊരു ഭാഗം സ്റ്റോറേജ് ടാങ്ക്. അവിടെ നിന്നാണ് നമ്മൾ ഹോസ് ഇട്ടിട്ട് നമ്മളെ ടയറിലേക്ക് കാറ്റടിക്കാറുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഈ സ്റ്റോറേജ് ടാങ്കിൽ എയർ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് എയർ കംപ്രസറിൻ്റെ വർക്കിംഗ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു മോട്ടർ കാണാം, കംപ്രസർ കാണാം. മോട്ടറാണ് കംപ്രസറിനുള്ളിലുള്ള പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിന് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ. സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കുക, ഇൻലെറ്റ് വാൾവ്. ഫസ്റ്റത്തെ ഫിഗർ എന്ന് പറയുന്നത് സക്ഷനാണ്, എയറിനെ പുറമേ നിന്നിട്ട് കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിസ്റ്റൺ, ഫസ്റ്റത്തേൽ സെക്ഷനിൽ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്റ്റൺ മേലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ മേലേക്ക് മൂവ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ലാസ്റ്റിൽ എന്ത് ചെയ്യും, ഡിസ്ചാർജ് വാൾവ് ഓപ്പൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ പുറത്തേക്ക് പോകും. അതാണ് ഈ ഫിഗർ കൂടി നമുക്ക് മനസ്സിലാവുന്നത്. ഇൻലെറ്റ് വാൾവും ഡിസ്ചാർജ് വാൾവും ഗ്രീനിലും റെഡിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ഫിഗറിൽ നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയി കിടക്കുന്നു. അപ്പോൾ ഡിസ്ചാർജ് വാൾവ് ക്ലോസ് ആണ്. ആ സമയത്ത് എയർ ഇൻടേക്ക് നടക്കും, പിസ്റ്റണ് താഴേക്ക് മൂവ് ചെയ്യും. രണ്ടാമത്തെ ഫിഗറിൽ പിസ്റ്റണ് മേലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എയർ കംപ്രസ്ഡ് ആവും. ഡിസ്ചാർജ് വാൾവ് തുറന്നു കഴിഞ്ഞാൽ ആ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ നമ്മളതിന് മുന്നേ കണ്ടിട്ടുള്ള സ്ലൈഡിലുള്ള ഫിഗറിലെ സ്റ്റോറേജ് ടാങ്കിലേക്ക് പോയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, ഇനി മൾട്ടി സ്റ്റേജ് എയർ കംപ്രസർ നോക്കാം. ആ സിംഗിൾ സ്റ്റേജ് എയർ കംപ്രസർ എന്നുള്ളത് വരാൻ കാരണം അതിൽ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉള്ളത് കൊണ്ടാണ്. മൾട്ടി സ്റ്റേജ് ആകുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിൽ പോയ എയർ അവിടെ നിന്ന് കംപ്രസ്ഡ് ആവുകയും വീണ്ടും അടുത്ത സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിൽ പോയിട്ട് അതിൽ കൂടി ഒന്നുകൂടി കംപ്രസ്ഡ് ആവുന്നതോടുകൂടി പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടി സ്റ്റേജിൽ പറ്റും. ഈ ഗിവൺ ഫിഗർ എന്ന് പറയുന്നത് ഒരു 2 സ്റ്റേജ് എയർ കംപ്രസറാണ്. 2 സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ആണുള്ളത്. ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് വളരെ കറക്റ്റായിട്ട് കാണാം. ഫസ്റ്റ് ചെയ്തത് ലോ പ്രഷർ സിലിണ്ടർ യെല്ലോയിൽ മാർക്ക് ചെയ്തത്, രണ്ടാമത്തത് ബ്ലൂവിൽ മാർക്ക് ചെയ്തത് ഹൈ പ്രഷർ സിലിണ്ടർ, നടുവിലൊരു ഇൻ്റർകൂളർ എന്നുള്ളതും ഉണ്ട്. ഫിഗറിൻ്റെ പ്രത്യേകത നമുക്ക് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് പറയാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റത്തെ സിലിണ്ടറിലായിരിക്കും സ്വാഭാവികമായിട്ടും പുറമേ നിന്നുള്ള എയർ ഇൻടേക്ക് സംഭവിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കംപ്രസ്ഡ് ആവുന്ന എയറിൻ്റെ പ്രോപ്പർട്ടിയായ പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യും, ഫസ്റ്റ് സിലിണ്ടറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഇനി വീണ്ടും അടുത്ത സിലിണ്ടറിലേക്ക് ഈ പ്രഷറൈസ് ചെയ്തിട്ടുള്ള എയറിനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഡബിളായിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 2 സിലിണ്ടറിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർകൂളർ ഗ്രീനിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ഇൻ്റർകൂളർ യൂസ് ചെയ്യും. ആ ഇൻ്റർകൂളറിൻ്റെ ഉള്ളിൽ കൂളിംഗ് വാട്ടർ ഉണ്ടാവും. ആ വാട്ടറിൻ്റെ മേലെ കൂടി ഇങ്ങനെ എയർ ടച്ച് ചെയ്ത് പോകുന്നതോട് കൂടിയിട്ട്, ട്യൂബിലുള്ള വാട്ടറിൻ്റെ മേലെ കൂടി എയർ ടച്ച് ചെയ്ത് പോകുന്നതോട് കൂടിയിട്ട് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയും ആ എയറിൻ്റെ
നമ്മൾ ഫസ്റ്റ് സിലിണ്ടറിൽ നിന്ന് വരുന്ന എയറിൻ്റെ കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. അപ്പോൾ സെയിം പ്രഷറിൽ അത് എങ്ങോട്ട് ചെല്ലും, രണ്ടാമത്തെ ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് ചെല്ലും. അവിടെ വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും, എയറിനെ കംപ്രസ് ചെയ്യുകയും അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അതിനെ പുറത്തേക്ക് എടുക്കും. അത് നമ്മൾ സ്റ്റോറേജ് ടാങ്കിലാണെങ്കിൽ സ്റ്റോറേജ് ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യാൻ എടുക്കും. ഇങ്ങനെയാണ് ഒരു മൾട്ടി സ്റ്റേജ് എയർ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻ്റർകൂളർ ഒന്ന് നോക്കാം. എന്താണ് ഇൻ്റർകൂളർ? ഇൻ്റർകൂളറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇൻ്റർകൂളർ നോക്കാം. നമ്മൾ യെല്ലോയിൽ കാണിച്ചിട്ടുണ്ട് എയർ ഫ്രം ലോ പ്രഷർ സിലിണ്ടർ എയർ ടു ഹൈ പ്രഷർ സിലിണ്ടർ. അപ്പോൾ എയറിൻ്റെ പാസേജ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ബാഫിൾ പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, എയർ പാസ് ചെയ്ത് പോകുന്നത്. എയർ പാസ് ചെയ്ത് പോകുന്ന ആ ഭാഗത്തും കൂടിയൊക്കെ ട്യൂബ് പോകുന്നുണ്ട് അല്ലേ. ആ ട്യൂബിലേക്ക് കൂളിംഗ് വാട്ടറാണ് ആ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്നത്. കൂളിംഗ് വാട്ടറിൻ്റെ ഇൻലെറ്റും കൂളിംഗ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റും ബ്ലൂവിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂളിംഗ് വാട്ടർ അതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ എയർ ആ ട്യൂബിൻ്റെ മേലെ കൂടി ടച്ച് ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചിങ് നടക്കുകയും ഈ വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ റിഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഒരു ഇൻ്റർകൂളർ എക്സാമിന് വരാൻ സാധ്യത, പാർട്ട് ബിയിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫിഗർ പഠിച്ചു വെക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.